വാപ്പായെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ആയുള്ള സമുദ്രത്തെ പറ്റിയാണ്. കാരണം പുറത്തേക്ക് കരുത്തും ശാന്തവും മാത്രമാണ് കാണപ്പെടുക. ആ പുഞ്ചിരിയും കയ്യിലെ കരുത്ത് കണ്ടു വളർന്ന നമുക്ക് അതിൻ്റെ പിന്നിലൊരുക്കിയ ചിന്തിയ വിയർപ്പിൻ്റെയും കണ്ണീരിൻ്റെയും കഥയറിയാൻ വളരെ വൈകാറുണ്ട്. വാപ്പ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെയും അടിത്തറയാണ്. അതിലെ ഓരോ കല്ലുകൾ നിർമ്മിച്ചെടുക്കുന്നത് കഷ്ടപ്പാടുകൾ കൊണ്ടാണ്. വാപ്പ ചുമന്ന ഓരോ ചുമടും വെറും ഭാരമായിരുന്നില്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഭാവിയായിരുന്നു. കൈകളിൽ പുരന്നത് വിയർപ്പാണെങ്കിലും ഹൃദയത്തിൽ പുരന്നത് നമ്മളോടുള്ള സ്നേഹമായിരുന്നു, നമ്മളുടെ ആഗ്രഹങ്ങളായിരുന്നു. നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെയും ആഗ്രഹം, പ്രാർത്ഥന, അധ്വാനം എന്ന് തുടങ്ങിയ എല്ലാത്തിനും ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മക്കളാണ്. അവരുടെ ജീവിതം മുഴുവൻ ചുറ്റിപ്പറ്റിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിനെ പറ്റിയാണ്. നേരം അതിക്രമിക്കുന്നതിന് മുന്നേ നമുക്ക് കണ്ണു തുറന്ന് അവരുടെ മനസ്സുകളിലേക്കും നോക്കാം. നിസ്വാർത്ഥമായി ഒരിതുമില്ലാതെ അവരെ നമുക്ക് സ്നേഹിക്കാം, അവർ നമ്മെ സ്നേഹിച്ച പോലെ.